കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ നോ പെട്ടെന്നൊരു വിശപ്പ് കയറി വരും അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ലേ നമുക്കൊക്കെ? എന്തായാലും നമ്മൾ കയറിയതല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്താ ലൈറ്റ് ആയിട്ട് കഴിക്കാമെന്ന്. ഒന്നും നോക്കിയില്ല, ഒരു എഗ് പവ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു മാക്രോണി ചീസിലിട്ടുള്ള സംഭവമില്ലേ, മാക്ക് ആൻഡ് ചീസ് അവിടെ എഴുതി വെച്ചാണ്, അതും കൂടെ അങ്ങോട്ട് പോരട്ടെ. ആദ്യം വന്നത് എഗ് പാവാണ് കേട്ടോ. ഈ എഗ് പാവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ വലിയ കാര്യമെന്ന് വിചാരിച്ചത്. വന്നപ്പോൾ എന്താണ് നമ്മളെ വീട്ടിലുണ്ടാകുന്ന ബ്രെഡ് ഓംപ്ലേറ്റ് ഇല്ലേ, അതിന്റെ ചെറിയൊരു വേറൊരു മാറ്റം അത്രേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരുന്നു കേട്ടോ. കാരണം ബ്രെഡ് ഓംപ്ലേറ്റ് ആണെങ്കിൽ പോലും അതിൽ വേറെ എന്തൊക്കെയോ നമ്മൾ വിചാരിക്കാത്ത ടേസ്റ്റ് ആണ് അതിനുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നാലും വന്നില്ലെങ്കിലും അപ്പുറത്തെ ആളിൽ നിന്ന് കഴിട്ട് വാരാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ വന്നിട്ട് കൂടെ ഞാൻ ആളിൽ നിന്ന് കഴിട്ട് വാരാണ്. ആളെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെയിലേക്ക് കിടക്കുന്നത്. ചീസ് മാക്രോണി എന്ന് പറയുന്നത് ചീസിൻ്റെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ എന്തോ ഒരു ബാലൻസ്ഡ് ആയ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ചെറിയൊരു ലൈറ്റ് മധുരവും കുറച്ച് ഉപ്പും അങ്ങനെ എല്ലാം കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആൾക്കധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞങ്ങൾ കഴിച്ചത് കുട്ടനല്ലൊരു ബാത്തലോ ടീ കട എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്. ഒരു നല്ലൊരു ആംബിയൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കട. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, അവിടുന്ന് ചായ കുടിക്കാറുണ്ട്, കാപ്പി കുടിക്കാറുണ്ട്. അപ്പോൾ എത്രയ്ക്കുള്ള അടുത്ത് വീടിട്ട് കാണുന്നവരെ ടാറ്റാ.